പച്ചവെള്ളത്തിന് പോലും ആരുടെ മുന്നിലും ബാധ്യത വയ്ക്കരുത്. അവസരം കിട്ടിയാൽ അതും വിളിച്ചു പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ യാത്ര. നഷ്ടപ്പെട്ടതിനെ സ്നേഹിക്കാൻ ജീവിതം പഠിപ്പിക്കുന്നതിന് മുൻപ് ഉള്ളതിനെ സ്നേഹിക്കാൻ പഠിക്കുക. വീഴുന്നത് ഒരു പരാജയമല്ല, മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും. പക്ഷേ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടുപോകില്ല. തെറ്റാണെന്ന് മനസ്സിലായിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉള്ളിടത്തോളം കാലം ആ വ്യക്തിക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടാവുകയില്ല. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്നു വരാം. പക്ഷെ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും തോറ്റുപോകും. നിങ്ങളുടെ 100 നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. സമാധാനം കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്ത് എവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല. മനസ്സിലാക്കി ചേർത്തു പിടിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നഷ്ടപ്പെട്ടുപോയ മനോഹര നിമിഷങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം തിരിച്ചു കിട്ടാത്തതുകൊണ്ടാണ് ആ നിമിഷങ്ങൾ മനോഹരമായത്. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷെ അതിന് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. ജീവിതത്തിൽ സംഭവിച്ചതിനെ ഓർത്ത് ഒരിക്കലും പശ്ചാത്തപിക്കരുത്. അത് മാറ്റാനോ പഴയപടി ആക്കാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്ത് മുന്നോട്ട് പോവുക. സകലരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം തൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമാണ്. ആരിലും കൂടുതൽ വിശ്വാസം അർപ്പിക്കാതെ ഒറ്റയ്ക്കാണ് എന്ന വിശ്വാസത്തിൽ ജീവിക്കുക. നമ്മൾ സ്നേഹിക്കുന്നവരല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക. യാചിക്കുന്നവൻ്റെ മുൻപിൽ നീ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവൻ്റെ മുൻപിൽ നീ യാചിക്കുകയുമരുത്. വിവേകം കൊണ്ട് മാത്രമേ ഒരാൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. വിനയം കൊണ്ട് മാത്രമേ ഒരാൾക്ക് സന്തോഷപ്രദമായ ജീവിതം പടുത്തുയർത്താൻ കഴിയൂ. ജീവിതം ഒരു യാത്രയാണ്. എങ്ങനെ യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള മനോഭാവങ്ങൾ, മിഥ്യാഭയങ്ങൾ തുടങ്ങിയവ അവരവരെ തന്നെ നശിപ്പിച്ചു കളയുന്നു. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയെ സമ്പൂർണ്ണമായി നാം വ്യതിയാനം വരുത്തിയാൽ മാത്രമേ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കൂ.